അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, നമ്മളെല്ലാവരും പരിശുദ്ധ പുണ്യ റമളാൻ മാസം കഴിഞ്ഞ് നമ്മളെല്ലാവരും ചെറിയ പെരുന്നാൾ ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, ചെറിയ പെരുന്നാളിൽ നമ്മളെല്ലാവരും പ്രധാനമായും നിർവഹിക്കേണ്ട ഒരു കർമ്മമാണ് ഫിത്ർ സക്കാത്ത് എന്നുള്ളത്. ഫിത്ർ സക്കാത്തിനെ കുറിച്ച് കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞു. കഴിഞ്ഞ 3 ക്ലാസ്സുകളിലൂടെ ഫിത്ർ സക്കാത്തിനെ കുറിച്ച് എന്തെല്ലാം മനസ്സിലാക്കണമോ അതെല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ്, അതുകൊണ്ട് തന്നെ ഫിത്ർ സക്കാത്തിൻ്റെ സമയമായാൽ അത് നിർവഹിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി ഈ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് ഇനി ചെറിയ പെരുന്നാൾ നിസ്കാരത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, പുരുഷന്മാരൊക്കെ പള്ളിയിൽ പോകുമ്പോൾ പുരുഷന്മാർക്കൊക്കെ ചെറിയ പെരുന്നാൾ നിസ്കാരം മനസ്സിലാക്കാൻ സാധിക്കും, പഠിക്കാൻ സാധിക്കും. എന്നാൽ ചില സ്ത്രീകൾക്ക് അതിനെക്കുറിച്ച് ധാരണയുണ്ടാകില്ല. അപ്പോൾ സ്ത്രീകളും വീട്ടിൽ നിന്ന് ചെറിയ പെരുന്നാൾ നിസ്കാരം കൂട്ടമായോ ഒറ്റക്കായോ എങ്ങനെയാണ് സാധിക്കുന്നത് എങ്കിൽ അതുപോലെ നിർവഹിക്കാൻ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ സ്ത്രീകൾക്കൊക്കെ വളരെ മനസ്സിലാക്കാൻ വളരെ സഹായിക്കുന്ന ഒരു ക്ലാസ് എന്ന നിലയിലാണ് ഞാൻ ഈ ക്ലാസ് തയ്യാറാക്കുന്നത്, ചെറിയ പെരുന്നാൾ നിസ്കാരം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് കേട്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് തന്നെ സ്വന്തമായോ അല്ലെങ്കിൽ കൂട്ടമായോ ഒക്കെ ചെറിയ പെരുന്നാൾ നിസ്കാരം നല്ല രീതിയിൽ നിർവഹിക്കാൻ സാധിക്കും. അതുകൊണ്ട് ചെറിയ പെരുന്നാൾ നിസ്കാരത്തെക്കുറിച്ച് അറിയാത്തവരാണ്, ചെറിയ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ പൂർണ്ണരൂപം അറിയാത്തവരാണ് എന്നുണ്ടെങ്കിൽ ഈ ക്ലാസ് കണ്ടുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുക. സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഈ ക്ലാസ് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കട്ടെ. അപ്പോൾ സുന്നത്തായ 2 റക്അത്ത് ചെറിയ പെരുന്നാൾ നിസ്കാരം എങ്ങനെയാണ് നിർവഹിക്കേണ്ടത്? ആദ്യം തന്നെ വേണ്ടത് നിയ്യത്താണ്. നമുക്കറിയാം, ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും എല്ലാ നല്ല കാര്യത്തിനും എന്ത് വേണം? നിയ്യത്ത് വേണം. അതുപോലെ ചെറിയ പെരുന്നാൾ നിസ്കാരത്തിനും ആദ്യം വേണ്ടത് നിയ്യത്താണ്. എങ്ങനെയാണ് നിയ്യത്ത് വെക്കേണ്ടത്? ഉസല്ലി സുന്നത ഈദിൽ ഫിത്രി റക്അത്തൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅ ലില്ലാഹി തആല. ഉസല്ലി സുന്നത ഈദിൽ ഫിത്രി റക്അത്തൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅ ലില്ലാഹി തആല എന്ന് നിയ്യത്ത് വെക്കുക. അതായത് ഇങ്ങനെയാണ് പറയുന്നത്: ചെറിയ പെരുന്നാൾ നിസ്കാരം, ചെറിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി അദാ ആയി ഞാൻ നിസ്കരിക്കുന്നു എന്നാണ് നിയ്യത്ത് വെക്കേണ്ടത്. ചെറിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്താൽ മതി. അതാണ് ഈ നിയ്യത്തിലൂടെ പറയുന്നത്. ഇനി ഇമാമിനോടൊപ്പമാണ് എന്നുണ്ടെങ്കിൽ ഇമാമിനോടൊപ്പം നിസ്കരിക്കുന്നു എന്ന് കൂടി അതിലേക്ക് കൂട്ടി നിയ്യത്ത് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെയാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. അങ്ങനെ നിയ്യത്ത് ചെയ്ത് ഇനി നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്കറിയാം, നിസ്കാരം 2 റക്അത്താണ്. ഒന്നാമത്തെ റക്അത്തിൽ ദുആഉൽ ഇഫ്തിതാഹിന് ശേഷം അഊദ് ഓതുന്നതിന് മുമ്പായിക്കൊണ്ട് 7 പ്രാവശ്യവും, രണ്ടാമത്തെ റക്അത്തിൽ സുജൂദിൽ നിന്ന് ഉയർന്ന് അഊദിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് 5 പ്രാവശ്യവും കൈ ഉയർത്തി ഉറക്കെ തക്ബീർ ചൊല്ലുക. ഓരോ തക്ബീറുകൾക്കിടയിലും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്റും ചൊല്ലുക. ഇങ്ങനെയാണ് നിസ്കാരത്തിൻ്റെ രൂപം. എങ്ങനെ? വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഒന്നാമത്തെ റക്അത്തിൽ നിയ്യത്ത് ചെയ്തുകൊണ്ട് നമ്മൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നിസ്കാരത്തിലേക്ക് പ്രവേശിച്ച് ഒന്നാമത്തെ റക്അത്തിൽ വജ്ജഹത്ത് ഓതിയതിന് ശേഷം ഫാത്തിഹ ഓതുന്നതിന് മുമ്പായിക്കൊണ്ട് എന്ത് ചെല്ലണം? 7 പ്രാവശ്യം തക്ബീർ ചൊല്ലണം. 7 പ്രാവശ്യം തക്ബീർ ചൊല്ലണം. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് 7 പ്രാവശ്യം തക്ബീർ ചൊല്ലണം. ഈ തക്ബീറുകൾക്കിടയിൽ ഓരോന്നിൻ്റെ ഇടയിലും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലണം. ഈ ദിക്ർ ചൊല്ലി 7 പ്രാവശ്യം തക്ബീർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? അടുത്തതായിട്ട് സൂറത്തുൽ ഫാത്തിഹ, അതിനുശേഷം ഒരു സൂറത്ത്, വീണ്ടും റുകൂഅ്, സുജൂദ് കഴിഞ്ഞ് അടുത്ത റക്അത്തിലേക്ക്, രണ്ടാമത്തെ റക്അത്തിലേക്ക് വരികയാണ്. രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതുന്നതിന് മുമ്പ് 5 തക്ബീർ ചൊല്ലണം. 5 തക്ബീർ. ആ 5 തക്ബീറുകൾക്കിടയിലും എന്ത് ചെയ്യണം? ഓരോ തക്ബീറുകൾക്കിടയിലും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുക. 5 തക്ബീർ ചൊല്ലി വീണ്ടും ഫാത്തിഹ, സൂറത്ത്. ഇങ്ങനെയാണ് നിസ്കാരത്തിൻ്റെ രൂപം. മറവി കൊണ്ടോ മറ്റോ നിസ്കാരത്തിൽ അധികമായി ചൊല്ലേണ്ട തക്ബീർ മുഴുവനായോ ഭാഗികമായോ നഷ്ടപ്പെട്ടാൽ അതുകൊണ്ട് നിസ്കാരം ബാത്തിലാകൂല എന്ന കാര്യം മനസ്സിലാക്കുക. സുഹ്വിൻ്റെ സുജൂദ് നമ്മളെല്ലാവരും ഫർദ് നിസ്കാരത്തിൽ ചെയ്യുന്നത് പോലെ സുഹ്വിൻ്റെ സുജൂദ് ചെയ്യേണ്ട ആവശ്യവും ഇവിടെ ഇല്ല എന്ന കാര്യം മനസ്സിലാക്കുക. ചിലർക്ക് 7 തക്ബീറുകളെടുത്ത് ഞാൻ 8 എണ്ണം ചൊല്ലിയോ അല്ലെങ്കിൽ 7 ഞാൻ 5 എണ്ണം ചൊല്ലിയിട്ടുള്ളല്ലോ എന്നൊരു സംശയം ഉണ്ടാവും. ആ സംശയത്തിൻ്റെ പേരിൽ സുഹ്വിൻ്റെ സുജൂദ് നിർബന്ധമില്ല, അതിൻ്റെ ആവശ്യമില്ല എന്നർത്ഥം. നമ്മളെല്ലാവരും ഫർദ് നിസ്കാരത്തിൽ അങ്ങനെ ചെയ്യാറുണ്ട് അല്ലേ, മറവി സംഭവിച്ചാൽ. എന്നാൽ ഇവിടെ അതിൻ്റെ ആവശ്യം ഇല്ല എന്നത് മനസ്സിലാക്കുക. ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഏത് സൂറത്ത് ഓതും എന്ന് പലർക്കും ഒരു സംശയം ഉണ്ടാകും. എന്നാൽ ഏറ്റവും ഉത്തമം ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഖാഫ്,
സൂറത്തുൽ ഖാഫോ അല്ലെങ്കിൽ സൂറത്തുൽ ആയിലയോ. സൂറത്തുൽ ആയില നമുക്കറിയാം, സബ്ബിഹിസ്മ റബ്ബിക്കൽ ആയില, ആ സൂറത്തുൽ ആയില പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ആശിയ നമുക്കറിയാം, ഹൽ അതാക ഹദീസുൽ ആശിയ, ഈ സൂറത്ത് നമുക്കൊക്കെ അറിയാം. അപ്പോൾ രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഈ സൂറത്തും പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്യലാണ് ഏറ്റവും ഉത്തമം. ഫാത്തിഹയ്ക്ക് ശേഷം ഈ സൂറത്ത് ഓതലാണ് ഏറ്റവും ഉത്തമം. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നിസ്കാരം കഴിഞ്ഞ ശേഷം 2 ഖുതുബ നിർവഹിക്കാൻ ശ്രദ്ധിക്കുക. 2 ഖുതുബ. അപ്പോൾ ഏതാണ് ആ ഖുതുബ എന്നൊരു സംശയം ഉണ്ടാവും അല്ലേ? ഈ വീഡിയോയിൽ തന്നെ കൊടുക്കുന്നുണ്ട്. ഒന്നാമത്തെ ഖുതുബ നമുക്കറിയാം, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് എത്ര തക്ബീറുകൾ കൊണ്ട് തുടങ്ങണം? 9. ഒന്നാമത്തെ ഖുതുബ 9 തക്ബീർ കൊണ്ടും രണ്ടാമത്തെ ഖുതുബ 7 തക്ബീർ കൊണ്ടും ആണ് തുടങ്ങേണ്ടത്. അത് ഈ വീഡിയോയിൽ ഖുതുബ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് ഈ ഖുതുബ കണ്ട് ഇത് വീഡിയോ പൗസ് ചെയ്ത് ഖുതുബ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ ഖുതുബയിൽ 9 തക്ബീർ കൊണ്ടും തുടങ്ങണം, രണ്ടാമത്തെ ഖുതുബ 7 തക്ബീർ കൊണ്ടും തുടങ്ങണം. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഖുതുബ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽക്കർമ്മങ്ങൾക്ക് സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.